നമസ്കാരം. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ വീണ്ടും ഭരണത്തിലേക്ക് മടങ്ങി വരും, വീണ്ടും മുഖ്യമന്ത്രിയാകും എന്നൊക്കെയാണ് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. അല്പമെങ്കിലും ചിന്താശേഷിയുള്ളവരൊക്കെ ഈ പാർട്ടി വിട്ടു പോകുകയോ നിശബ്ദരായി മാറിയിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർക്കിപ്പോഴും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പ്രവർത്തിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാദിക്കുന്നതുമൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. എന്തായാലും ഇത്രയും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കി താഴെയിടാൻ കെൽപ്പുള്ള ഒരു നേതാവും ഈ പാർട്ടിയിലില്ല എന്നുള്ളതാണ് ഖേദകരം. ഇപ്പോഴും തെറ്റുകൾ തിരിച്ചു വരും എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥ തെറ്റുകളായ ഗോവിന്ദനും വിജയനും ഈ സ്ഥാനത്തു നിന്ന് മാറാനും തയ്യാറല്ല. അതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ. എന്തായാലും ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ, അദ്ദേഹം CPMൻ്റെയും പിണറായി വിജയൻ്റെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ അഴിമതികളെക്കുറിച്ച് വളരെ രൂക്ഷമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വിജയനെ ആര് കള്ളനാക്കി എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ 2 ദിവസം മുൻപ് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരായ പി കൃഷ്ണപിള്ളയെയോ AKGയെയോ EMSനെയോ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും വളച്ചും ബ്രിട്ടീഷുകാർക്കോ പിന്നീട് അധികാരം കൈയാളിയ ഇന്ത്യൻ ബൂർഷ്വാസിക്കോ പിണറായി വിജയനെ വലയിലാക്കിയതുപോലെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നേ ശവക്കുഴി തോണ്ടി കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. പിണറായി വിജയനും ഉരുക്കുപോലെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു. ബൂർഷ്വാസികളെ നിയമസഭയിലും പുറത്തും വിറകൊള്ളിച്ചിരുന്ന പിണറായി വിജയനിലെ അന്യവർഗ നുഴഞ്ഞുകയറ്റവുമായി പാർട്ടി നേതൃത്വം ലാഘവത്തോടെയാണ് സമരസപ്പെട്ടത്. ആ മെറ്റമോർഫോസിസ് ആണ് ഒരു കള്ളൻ വിജയനായി പരിണമിച്ചത്. ഇത് അർബുദമാണ്, മുറിച്ചു മാറ്റിയേ പറ്റൂ. പിണറായി വിജയന് പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറാൻ കഴിഞ്ഞത് പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ കട്ടപിടിച്ചതുകൊണ്ടായിരുന്നു. ഈ പഴുതുകൾ അടച്ചില്ലെങ്കിൽ ഇനിയും കള്ളൻ വിജയന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കും, പാർട്ടി ഉണ്ടാകില്ല. MA ബേബി കൊല്ലത്തെ പ്രാക്കുളത്തു നിന്ന് 10 വർഷം കൂടി കഴിഞ്ഞ് CPMൽ എത്തിയിരുന്നുള്ളൂ എങ്കിൽ കേരളത്തിലെ CPMലെ ജീർണത ആരംഭിക്കാൻ അത്രയും കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. CPMനെ പിടിച്ചുകുലുക്കിയ 1967 കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പിലൂടെ എന്തൊക്കെ അട്ടിമറികളാണ് നടന്നത് എന്നത് സംബന്ധിച്ച് എനിക്ക് കേട്ടറിവേയുള്ളൂ. പക്ഷേ അന്ന് കണ്ണൂരിൽ പാർട്ടി പിടിച്ചെടുത്ത MV രാഘവനും തിരുവനന്തപുരത്തെ OJ ജോസഫിനും ആ സ്ഥാനങ്ങൾ ഒഴിയേണ്ടി വന്നു. അതിലും ഭയപ്പെടുത്തുന്നതായിരുന്നു പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിലെ MA ബേബിയുടെ അണിയറയിലെ താണ്ഡവ നൃത്തം. VSനെ മുന്നിൽ നിർത്തി ബേബി പാർട്ടി പിടിച്ചെങ്കിലും അധപതനം അവിടെ തുടങ്ങി. കേരളത്തിലെ സംഘടനാ പ്രതിസന്ധി സംബന്ധിച്ച് PB മുൻകൈയെടുത്ത് ദില്ലിയിൽ കേരളത്തിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും അതിനു മുകളിലോട്ടുള്ളവരുടെയും അഭിപ്രായങ്ങൾ രേഖാമൂലം സമർപ്പിച്ച് ഗൗരവതരമായ ചർച്ച നടത്തിയിരുന്നു. അതിൽ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി മാത്രമാണ് മലയാളത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സഹായം തേടി അടുത്തയിടെ വിജയിച്ചവരെ പരനാറികളെന്ന് ഇപ്പോൾ അദ്ദേഹം വിശേഷിപ്പിച്ചത് കണ്ടതുകൊണ്ട് അന്ന് PBക്ക് നൽകിയ കത്തിൽ VSനെയും മറ്റും കുറിച്ച് എന്താവും അദ്ദേഹം എഴുതിയിട്ടുണ്ടാകുക എന്ന് ആർക്കെങ്കിലും ഊഹിക്കാവുന്നതാണോ? അത്തരം വിലപ്പെട്ട പാർട്ടി രേഖകളൊന്നും പുറത്തിട്ടലക്കുക എൻ്റെ ഉദ്ദേശമല്ല. എന്നെങ്കിലും പാർട്ടി നന്നായാലോ എന്നു കരുതി കുറേയേറെ പ്രധാന രേഖകൾ വർഷങ്ങളായി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പലരും പ്രായാധിക്യം മുൻനിർത്തി അവരുടെ കൈവശം ഇരുന്നവയും കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയാകും എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ ഇപ്പോൾ ഏത് ഗോളങ്ങളിലാകുമെങ്കിലും ഒരിക്കലും എന്നിൽ നിന്ന് ചോർന്ന് മാധ്യമങ്ങളിലെത്തില്ല. പലതും കത്തിച്ചു കളയുകയാണ് ചെയ്തത്. ഇനി പാർട്ടി പച്ച പിടിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് കണ്ടതുകൊണ്ടാണ് ഇതെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുകയാണ്. ധർമ്മടത്ത് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പിണറായിയുടെ തിരുമുറ്റത്ത് BJP ധർമ്മടം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ആദ്യമായി വിദ്യാർത്ഥികളെ ക്ഷണിച്ച് അവാർഡ് നൽകിയ സംഭവത്തിലെ ജനപങ്കാളിത്തം സംഘാടകനായ BJP നേതാവ് PK കൃഷ്ണദാസിനെ പോലും അത്ഭുതപ്പെടുത്തി. സംഘപരിവാർ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു യോഗം ചിറക്കുന്നിയിൽ നടന്നിട്ടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ചിന്തിക്കാനാകുമോ? അതുവരെ എത്തി പാർട്ടി. എൻ്റെ നാടായ തിരുവനന്തപുരത്ത് വലിയവിള എന്നൊരു പ്രദേശമുണ്ട്. ഞാൻ കോളേജിൽ പോകുമ്പോൾ ബസ് വിപ്ലവ ഭൂമിയിലെത്തുമ്പോൾ യൗവനത്തിൽ കയ്യിലെ രോമങ്ങൾ എഴുന്നു നിൽക്കാറുണ്ടായിരുന്നു. മോസ്കോ എന്നാണ് ഞങ്ങൾ ആ പ്രദേശത്തെ വിളിച്ചിരുന്നത്. CPMൻ്റേതല്ലാത്ത ഒരു കൊടിയോ മറ്റേതെങ്കിലും പാർട്ടി ചിഹ്നമോ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരു കുടുസ് വീട്ടിൽ കഴിഞ്ഞിരുന്ന അവണാകുഴി സദാശിവൻ MLAയും ഭാര്യ ശാരദാമ്മയുമായിരുന്നു അവിടെ ജനങ്ങളുടെ കാവലാൾ.
പൗരസമൂഹം മുഴുവൻ പാർട്ടി ഭക്തർ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ CPM ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കൊടിപാറിക്കും. ആ മോസ്കോയിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ചെങ്കൊടി ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് ധർമ്മടത്തും ആവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് ഈ പാണ്ഡം ഇനി പേറാൻ വയ്യ. സുഖലോലുപതയിൽ അർമാദിച്ചുകൊള്ളൂ എന്ന് മുതലാളിത്തം മാടി വിളിച്ചപ്പോൾ പിണറായി വിജയനിലെ കമ്മ്യൂണിസ്റ്റ് അതിന് കീഴടങ്ങി. ചില ഉദാഹരണങ്ങൾ പറയാം. ഏറെ കോലാഹലം ഉണ്ടാക്കിയതാണല്ലോ പിണറായി വിജയൻ്റെ ജന്മനാട്ടിലെ പുരപണിയൽ. കപ്പ തഴച്ചു വളർന്നിരുന്ന പറമ്പിൽ വീട് കെട്ടിപ്പൊക്കിയത് തൊഴിലാളികൾ ചേർന്നുണ്ടാക്കിയ കെട്ടിട നിർമ്മാണ യൂണിയനായിരുന്നു. ഒരു വ്യവസായി പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട് സഹായഹസ്തം നീട്ടി അതിൻ്റെ നിർമ്മാണം അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിലാക്കി. തൊഴിലാളികൾ ഔട്ടായി. വിവാദങ്ങൾ കത്തിപ്പടർന്നു. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. മകനെ ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ പഠിപ്പിക്കണമെന്ന് മോഹമുദിച്ചപ്പോൾ എറണാകുളത്ത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് വായ്പയ്ക്ക് അപേക്ഷ നൽകി കൊച്ചിയിൽ നിന്ന് വിമാനം കയറ്റി ലണ്ടനിലേക്ക് വിട്ടു. പക്ഷേ ഒരു കൂറ്റൻ വ്യവസായി 25 ലക്ഷം രൂപ വച്ചു നീട്ടിയപ്പോൾ ബാങ്ക് വായ്പ വേണ്ടെന്ന് വെച്ച് അതിനെ ആശ്രയിച്ചു. പഠന മികവ് കൊണ്ടൊന്നുമല്ല വിദേശത്ത് പോയതെന്ന് മാർക്ക് പരിശോധിച്ചാൽ അറിയാം. ഇങ്ങനെയാണ് പുതിയൊരു പിണറായി വിജയനെ മുതലാളിത്തം വാർത്തെടുത്തത്. ഭാര്യയുടെ അകമഴിഞ്ഞ പിന്തുണ ഇതിന് ലഭിക്കുകയും ചെയ്തു. പിണറായി പാർശ്വവർത്തികളായി ഒട്ടേറെ പേരെ കൂട്ടിയിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റിനെ ചൂണ്ടിക്കാട്ടാമോ? 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കാൾ മാർക്സും ലെനിനും ചേർന്ന് ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് സംഘടന രൂപീകരിക്കുമ്പോൾ അവർ ലോകത്തോട് അവകാശപ്പെട്ടത് കമ്മ്യൂണിസം എന്നാൽ യഥാർത്ഥ മനുഷ്യസ്നേഹം എന്നായിരുന്നല്ലോ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചത്. ഭരണകൂടത്തിൻ്റെ കൊടും മർദ്ദനങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചതിൽ ഈ ആശയത്തിൻ്റെ സ്വാധീനം ചെറുതല്ല. മഹാന്മാരായ വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പരസ്യമായി അനുഭാവം പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇതേ ആശയത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഇടതുപക്ഷ മന്ത്രിസഭ അതിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ കാഴ്ചവെച്ചത് സമാനതകളില്ലാത്ത നരനായാട്ടായിരുന്നു. ED അന്വേഷണം എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന പിണറായി വിജയൻ്റെ വിലാപം നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ പുറത്തെടുത്ത അടവാണോ? പിണറായിയിൽ ഇനി എന്തെത്തിക്കാൻ ED പിണറായിയുടെ കൊങ്ങയ്ക്കല്ലേ പിടിമുറുക്കിയിരിക്കുന്നത്? ഏതോ നിമിഷവും അമിത്ഷായ്ക്ക് തട്ടി അകത്താക്കാനേ ഉള്ളൂ. 2014 ഏപ്രിൽ 17-ന് ക്ലിഫ് ഹൗസിൽ നിന്ന് ED രാഖ്യുരാമാനം പൊക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും ലാലു പ്രസാദ് യാദവിനെ പോലെ കാരാഗൃഹത്തിൽ കിടക്കുമായിരുന്നു. ഈ മഹാൻ മോദിയുടെ മഹാമനസ്കത കൊണ്ട് തടവറയിൽ പൂട്ടിയിടപ്പെട്ടില്ല. ED തന്നെ വേട്ടയാടുകയാണെന്ന ആക്ഷേപമില്ല. മാധ്യമങ്ങൾക്കാണ് പഴി. കള്ളൻ വിജയൻ എന്ന വിവാദമുണ്ടായപ്പോൾ ദേശാഭിമാനി കാട്ടിയ മാതൃക അനുകരിച്ചാൽ സന്തോഷമാകുമോ? ഇതാണ് കണ്ണടച്ച് ഇരുട്ടാക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് G ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, എത്രത്തോളം അഴിമതികളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷവും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ചെയ്തത് എന്ന് ഇതിലൂടെ നമുക്കതിൻ്റെ ഒരു ഏകദേശ രൂപം വ്യക്തമാകും. ഇത് പലപ്പോഴും G ശക്തിധരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പനമ്പായിൽ കോടികൾ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വന്നതും പിണറായി വിജയൻ്റെ മകനെ ബർമിംഗ്ഹാമിലേക്ക് പഠിക്കാനയക്കാൻ ഒരു വ്യവസായി പണം നൽകിയതുമൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോഴും ഈ പാർട്ടിയെ നശിപ്പിച്ച് ശവപ്പെട്ടിയിൽ വെച്ച് ആണി തറച്ചിട്ട് പോലും പിണറായി വിജയനും ഗോവിന്ദനും യാതൊരു കുലുക്കവുമില്ല, ഒരു മനസാക്ഷിക്കുത്തുമില്ല. തങ്ങളെ തങ്ങളാക്കിയത് ഈ പാർട്ടിയാണ്, ഈ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇത് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പട്ടിണിപ്പാവങ്ങളായ അണികളാണ് എന്ന് ചിന്തിക്കാനുള്ള മനുഷ്യത്വം പോലും ഇവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ജനങ്ങൾക്കും തലയ്ക്ക് വെളിവില്ലെങ്കിലും അന്തം കമ്മികൾക്കും അല്പം വൈകിട്ടാണെങ്കിലും അന്തം കമ്മികൾക്കും ഇതൊക്കെ ബോധ്യപ്പെടും. കാരണം കമ്മ്യൂണിസം തുടച്ചു നീക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു രാജ്യവും ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.